ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ആഭിമുഖ്യം പുലർത്തുന്ന കലാകാരന്മാരാൽ സമ്പന്നമാണ് കേരള രാഷ്ട്രീയം. ഇന്നും നിയമസഭയിലും മറ്റധികാര കേന്ദ്രങ്ങളിലും സജീവമായി നിലകൊള്ളുന്ന ഒട്ടേറെ കലാകാരന്മാരുണ്ട്. മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്നസെന്റ് തുടങ്ങി സുരേഷ് ഗോപിയും മുകേഷും ഗണേഷ് കുമാറും ജഗദീഷുമെല്ലാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന താരങ്ങളാണ്. 1979 ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കൗൺസിലറായി പൊതുജീവിതം ആരംഭിച്ച ആളാണ് ഇന്നസെന്റ്. പിന്നീട് 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും സ്ഥാനാർത്ഥിയായി ഇന്നസെന്റിനെ പരിഗണിച്ചിരുന്നു. വർഷങ്ങൾക്കിപ്പുറം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇരിങ്ങാലക്കുടയിൽ നിന്നും ജയിച്ചു കയറി. തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സിനിമയുടെ ഗ്ലാമർ പ്രയോജനപ്പെട്ടെങ്കിലും ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ പ്രവേശനം കൂടുതലും പാരമ്പര്യ അവകാശമായി കിട്ടിയതായിരുന്നു. തന്റെ കഥാപാത്രങ്ങളിൽ നിന്നും രാഷ്ട്രീയം ഉൾക്കൊണ്ട് സുരേഷ് ഗോപി ആദ്യം രാഷ്ട്രീയ രംഗത്തേക്ക് പ്രത്യക്ഷപ്പെടുന്നത് കെ കരുണാകരനുമായുള്ള അടുത്ത ബന്ധത്തിലൂടെയാണ്. എന്നാൽ BJP നേതാവായി രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ച സുരേഷ് ഗോപി നിലവിൽ കേന്ദ്രമന്ത്രിയാണ്. 2016 ഇടതു തരംഗത്തിൽ CPM ടിക്കറ്റിൽ കൊല്ലത്ത് നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സൂരജ് രവിയെ പരാജയപ്പെടുത്തിയാണ് മുകേഷ് ആദ്യമായി നിയമസഭാംഗമായത്. വിദ്യാർത്ഥി രാഷ്ട്രീയമാണ് ജഗദീഷിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള ചവിട്ടുപടിയായത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിനാണ് LDF ശ്രമിക്കുന്നത്. എറണാകുളം ജില്ല CPMനെ സംബന്ധിച്ച് സംഘടനാ ബലം പൊതുവെ കുറവുള്ള ജില്ലയാണ്. അതുകൊണ്ട് തന്നെ CPM രാഷ്ട്രീയം പിന്തുടരാത്ത പൊതുസമിതിയുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കിയാൽ ജയിച്ചു വരാമെന്ന് CPM കരുതുന്നു. CPMുമായി യാതൊരു കുലബന്ധവുമില്ലാത്ത സെബാസ്റ്റ്യൻ പോളിനെ MP സ്ഥാനത്തേക്ക് നിർത്തിയതും വിജയിപ്പിച്ചതുമൊക്കെ നാം കണ്ടതാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ മത്സരിച്ച ജോ ജോസഫും വിജയിച്ചില്ലെങ്കിലും മികച്ച മത്സരമായിരുന്നു കാഴ്ചവെച്ചത്. ഈ പശ്ചാത്തലത്തിൽ തൃക്കാക്കര മണ്ഡലത്തിൽ നിന്ന് യുവനടി നിഖില വിമൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇടതുപക്ഷത്തിന് വലിയ വേരോട്ടമുള്ള കണ്ണൂരിന്റെ വിപ്ലവ മണ്ണിൽ നിന്നാണ് നിഖില വിമൽ സിനിമയുടെ വെള്ളി വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നത്. 2018 നടന്ന വെള്ളപ്പൊക്കത്തിലും കഴിഞ്ഞ വർഷം വയനാടിന് നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിലും ഇടതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിഖില സജീവ സാന്നിധ്യമായിരുന്നു. തന്റെ രാഷ്ട്രീയം പറയുന്നതിൽ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ലെന്ന് നിഖില മുൻപും പ്രതികരിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയുന്നയാളാണ്. ഞാൻ വന്നിരിക്കുന്ന സ്ഥലം നോക്കിയാൽ എന്റെ രാഷ്ട്രീയം വ്യക്തമാണെന്നും നിഖില വ്യക്തമാക്കിയിരുന്നു. തന്റെ അച്ഛൻ ഒരു നക്സലൈറ്റ് ആയിരുന്നുവെന്നും പല അഭിമുഖങ്ങളിലും നിഖില തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. മൊത്തത്തിൽ കണ്ണൂർക്കാരോട് ആളുകൾക്ക് ഒരു പേടിയുണ്ട്. കയ്യിൽ വാളുണ്ടോ കത്തിയുണ്ടോ എന്ന ചോദ്യം പലരും അഭിമുഖീകരിച്ചിട്ടുണ്ടാവുമെന്നും തങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കണോ വേണ്ടയോ എന്നത് അവരവരുടെ ഇഷ്ടമാണെന്നും നിഖില തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ പശുവിനെ തിന്നും, പശുവിന് മാത്രം ഈ നാട്ടിൽ എന്താ പ്രത്യേക പരിഗണന എന്ന ചോദ്യം നിഖില ചോദിക്കുമ്പോൾ തന്റെ രാഷ്ട്രീയം തുറന്നു പറയാതെ സേഫ് സോണിലിരിക്കാൻ ശ്രമിക്കുന്ന സിനിമാ താരങ്ങൾക്ക് അത് വലിയ മാതൃക തന്നെയാണ്. PT തോമസിന്റെ മണ്ഡലമായ തൃക്കാക്കരയിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഭാര്യ ഉമാ തോമസ് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. നിലവിൽ സിറ്റിംഗ് MLA ആയ ഉമാ തോമസിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിനിമയുടെ ഗ്ലാമറിനപ്പുറം രാഷ്ട്രീയം പറഞ്ഞ് പരാജയപ്പെടുത്താൻ നിഖിലയ്ക്ക് കഴിയുമോ എന്ന് കാത്തിരുന്നു കാണാം.